ഞാൻ പറഞ്ഞു അല്ല എവിറ്റിലേക്ക് സ്വാഗതം. ഹലോ എല്ലാവരും അങ്ങനല്ല സാധ്യം പറ ഹായ് ഫ്രണ്ട്സ് ആണോ പറയുന്നത്? എല്ലാവർക്കും എവി ടിപ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഒരു 5 സെക്കൻഡ് ഗെയിം ചാലഞ്ചുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് ഞങ്ങളിട്ട പേരാണ് കേട്ടോ 5 സെക്കൻഡ് ഗെയിം എന്നുള്ളത്. കുറെ ആലോചിച്ച് എന്താ പേരിടാന്നുള്ളത്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കും, 5 സെക്കൻഡിനുള്ളിൽ അതിന്റെ ആൻസർ ആൻസർ പറഞ്ഞാൽ 3 ആൻസർ പറയണം. 3 ആൻസർ 5 സെക്കൻഡുള്ള ആൻസർ പറയണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചലഞ്ച് വീഡിയോ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ അതിന് മുമ്പ് ആരെങ്കിലും ഇപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നമ്മൾ ഇനി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്കിനി വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഗെയിം തുടങ്ങാൻ പോവാണ് കേട്ടോ. ഞാനിതേ ബുക്കിൽ രഹസ്യമായിട്ട് എന്റെ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടുപേരും സീക്രട്ട് ആയിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ആക്റ്റീവ് ആവാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഒന്നും ആക്റ്റീവ് ആവാൻ പറ്റില്ല. എനിക്ക് ഏതെങ്കിലും കൊഴു ദിവസങ്ങളൊക്കെ തന്നെയാണ് എനിക്കും വീഡിയോ ഒക്കെ ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. പിന്നൊക്കെ തിരക്കായിരിക്കും. അപ്പൊ എന്തായാലും കിട്ടും ഞായറാഴ്ച നമ്മൾ യൂട്ടിലൈസ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ ചോദിക്കാം. അങ്ങനെയാണല്ലോ, ലേഡീസ് ഫസ്റ്റ്. ചോദിക്കാം. രഹസ്യമായിട്ട് എഴുതി വെച്ചിട്ട് ചോദിക്കുകയാണെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബി വെച്ചുള്ള 3 ഗേൾസിന്റെ പേര് പറയാം. ബിനി, ബബിത, ബിബിഷ. ഇങ്ങനെയൊക്കെ പേരുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. ബി വെച്ചിട്ടില്ല, മൂന്ന് കാറിന്റെ 3 കാറ് കമ്പനികളുടെ പേര്. കമ്പനിയോ? കാറിന്റെ പേരല്ലേ? കമ്പനി പറഞ്ഞ എന്താ? കാറിന് കമ്പനിയുടെ പേരില്ലേ? കാറിനുണ്ട്. അയ്യോ, എനിക്ക് കാറിനെ കുറിച്ച് എന്താ അറിയില്ല. ഇത് മനഃപൂർവ്വ. സുസുക്കി, അങ്ങനെ എന്തോ കണ്ടിട്ട്. മാരുതി. അത് രണ്ടാണോ? ടാറ്റ, ബിർള. എനിക്കറിയാത്ത സാധനമായിട്ടാ. പറഞ്ഞോളൂട്ടാ. കഴിഞ്ഞ് 3 സെക്കൻഡ് ആയി. BMW. അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഉദ്ദേശിച്ച അതാ. BMW, ഓഡി, അതൊക്കെ ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കി. അതെനിക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ കമ്പനിയുടെ പേര് വേറെ, കാറിന്റെ പേര് വേറെ ആയിരിക്കും. അതെനിക്കറിയാം. അതായത് ഇപ്പൊ കാറിന്റെ കറക്റ്റ് പേര് പറയുമ്പോ BMW തന്നെ പല സീരീസ് ഉണ്ട്. എനിക്കാവുന്നല്ലേ, ഞാൻ BMW പറയുന്നു. എനിക്കത് മാത്രമേ അറിയുള്ളൂ. ഞാൻ ചോദിക്കാം അടുത്തത്. പോയിന്റ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോടെ. കഴിഞ്ഞ വട്ടം തന്നെ പോയിന്റ് വന്നു. നമ്മള് പറയുന്നത് വേറെ എന്തോ ആയിരുന്നു. 3 പറയാത്തോണ്ട് പിക്കൊരു പോയിന്റ് കിട്ടാം. ഈ പറയാത്തോണ്ട് ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. മഞ്ഞുള്ള 3 ടൂറിസ്റ്റ് പ്ലേസ് പറയാം ഇന്ത്യയിലെ. ലഡാക്ക്, ജമ്മു കാശ്മീർ. ലഡാക്കിലല്ലേ ജമ്മു കാശ്മീർ? 2 വേറെ പ്ലേസ് ആണ്. മൂന്നാറിലെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നല്ല മഞ്ഞിങ്ങനെ പൊഴിഞ്ഞു കിടക്കണം, അന്റാർട്ടിക്ക പോലെ കിടക്കണം. ഇന്ത്യയിലുള്ള സ്ഥലം പറയാം. ആ സമയം കഴിഞ്ഞു. 5 സെക്കൻഡേ ഉള്ളൂ. ഇതെന്ത്? കുളു, പിന്നെ മറ്റേത് മുസോറി ഇല്ലേ? അതൊക്കെ മതി. 3 സ്ഥലങ്ങള്. 3 എണ്ണായി. കുളു വേറെ, മണാലി വേറെ. ആൻസർ ചോദിക്കാനൊന്നും പാടില്ല കേട്ടോ. അടുത്ത ചോദിക്കും. 3 കേന്ദ്രഭരണ പ്രദേശം. ജമ്മു കാശ്മീര് 2. അയ്യോ 3 4. ഞാൻ പറയാം.
5 അയ്യോ, കഴിഞ്ഞു. ഇങ്ങനെ 5 സെക്കൻഡിലുള്ള ആൻസർ പറയണം കേട്ടോ, കാരണം പെട്ടെന്ന് പറയണം. ഇത് ടഫ് ക്വസ്റ്റ്യൻ, നമ്മള് ഫണ്ണാണ് ഇത്. PSC ചോദ്യം. എന്തോ കേന്ദ്ര നിർദ്ദേശമൊക്കെ പെട്ടെന്ന് പറയാം. പുതുച്ചേരി, ലക്ഷദ്വീപ്, ലക്ഷദ്വീപ് കിട്ടണ്ടേ 5 സെക്കൻഡുള്ളിൽ കിട്ടണ്ടേ. എന്റെ 3 ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര്: അസീന, നീതു, ദർശന. അത് ചോദിച്ചു. 3 ക്ലോത്ത്സിന്റെ ബ്രാൻഡ്സ്. ഷർട്ട് എന്തായാലും അരൻസോളി, വാൻ ഹ്യൂസൻ. 4 5 കഴിഞ്ഞോ? പീറ്റർ ഇംഗ്ലണ്ട്, അരൻസോളി, ലെവിസ്. എനിക്കൊന്നും കിട്ടാത്ത ഈ ചാലഞ്ച് തുടങ്ങിയപ്പോ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? അയ്യോ 5 സെക്കൻഡോ, എനിക്കൊന്നും കിട്ടില്ല 5 സെക്കൻഡില് പറയാന്ന്. ഇപ്പൊ ഞാനവിടെ പ്ലിങ് ആയിട്ടിരിക്കുന്നത്. എനിക്ക് പോകാൻ ആഗ്രഹമുള്ള 3 പ്ലേസസ്. ആ പിന്നെ നിങ്ങൾക്കല്ല നാട്ടുകാർക്കാണോ? അതല്ല, എനിക്കറിയില്ല. എനിക്ക് ആഗ്രഹമുള്ള 3 പ്ലേസ്. എനിക്ക് ആഗ്രഹമുള്ളതാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. കുൾമണാലി, ലക്ഷദ്വീപ്. കുൾമണാലി, ലക്ഷദ്വീപ്, മൂന്നാലി. ഇല്ല, ഒരെണ്ണം മാത്രമേ ശരിയായിട്ടുള്ളൂ. കുൾമണാലി, ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ഞാൻ ആഗ്രഹം വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു പറയണോ? ജയ്പൂര്. ഇല്ല, വെറുതെ ഞാൻ വീഡിയോ കണ്ടു പറയാ. തെറ്റാട്ടാ. അമേരിക്ക, ദുബായ്, കുളു മണാലി. ഇത് ഇത്തിരി ടഫാണ്, കാരണം 3 സ്ഥലങ്ങളുടെ പേരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം. ഞാൻ ആഗ്രഹിക്കണം പറയാനുള്ളത് അതൊന്നും വിഷയമല്ല, പറയണം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പറ്റിക്കാൻ പറ്റും. 3 ബൈക്സിന്റെ പേര് പറഞ്ഞു. പൾസർ, R15, ഹീറോ ഹോണ്ട. അതൊക്കെ എനിക്കറിയാം. അല്ലേ 3 ഹിന്ദി ആക്ടേഴ്സിന്റെ പേര്. ഹിന്ദി ആക്ടറോ? ആക്ടർ എന്ന് പറഞ്ഞ ഹീറോയിൻ അല്ല, ഹീറോ. ആക്ട്രസ് അല്ല, ആക്ടേഴ്സ്. ഓക്കെ. സൽമാൻ ഖാൻ, അമീർ ഖാൻ, ഷാരൂഖ് ഖാൻ. ആക്ടർസ്. ഓക്കെ. 3 കായലുകളുടെ പേര് പറഞ്ഞു. വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ, പുന്നമട കായൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊക്കെ പേഴ്സണൽ ആയിട്ടാണ് കേട്ടോ. ഞാൻ എപ്പോഴും കേൾക്കാറുള്ള 3 സോങ്സ്. അതെങ്ങനെ ചിലപ്പോ ഇയർഫോൺ വെച്ചിട്ടായിരിക്കും. ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് വെക്കാറുണ്ട്. തോറ്റു. അയ്യോ, എനിക്കിപ്പോ എത്ര പോയിന്റായി? അത് പറഞ്ഞുപോയി. എനിക്കൊരു പോയിന്റ്. 5 സെക്കൻഡ് കഴിഞ്ഞു. തോറ്റു. തോറ്റു. കടുപ്പാണ്. അതെ, കടുപ്പാണല്ലോ, അറിയണല്ലോ. അടുത്ത ചോദിച്ചു. അല്ല, വേറെ എന്റെ സോങ്സ് കേക്കട്ടെ. ഹൃദയസഖി, കരിമിഴിക്കുരുവിയെ കണ്ടില്ല, രാവിൻ നിലാക്കായി. ഇതൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല. ഇവിടെ വെക്കണം. അതെന്റെ കുറ്റില്ല, കേൾക്കണം. ഞാൻ ഉറക്കെ വെക്കാം, നീ അത് ഫോൺ വെച്ച് കേൾക്കാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കൂ. എന്റെ 3 ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞു. അജീഷ്, അനൂപ്, വിനീഷ്. ഇനി 5 ഒറ്റയടിക്ക് പറഞ്ഞു 5 സെക്കൻഡിൽ. എനിക്ക് 2 പോയിന്റ് ഉണ്ട് അല്ലേ? വിഷ്ണുവിനെ പഠിപ്പിച്ച 3 ടീച്ചേഴ്സിന്റെ പേര് പറയാം. തങ്ക ടീച്ചർ, ഗോപി മാഷ്, ബിനാറൻ ടീച്ചർ. ഇതൊക്കെ ഉള്ളതാണോ? ഇതൊക്കെ ടീച്ചർമാരുള്ളതാണ്. ഇതിലിപ്പോ ആൾക്കാർ കാണുന്നുണ്ടാവല്ലോ, അവർക്കൊക്കെ അറിയാം. ഇതെന്താ ഡോക്ടർമാർക്ക് ഇന്ന് എന്റെ 3 ഫേവറേറ്റ് ഫുഡ്. പായസം, അരിമണി വറുത്ത പൊടിച്ചുണ്ട,
അതാ പുട്ട്. ഇനി 3 സ്പൈസി ഫുഡ്. 3 സ്പൈസി ഫുഡ്. അല്ല അതിപ്പോ എന്തിട്ടാലും ഇത്തിരി സ്പൈസി ഇട്ട് കഴിഞ്ഞ് സ്പൈസി ഫുഡാണോ? അതങ്ങനെ തന്നെയാണ്. എന്നാലും മൊത്തത്തിൽ നമ്മള് സ്പൈസി ഫുഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കുറച്ച് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാവും. ആ അങ്ങനെ ഇല്ലേ? ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കും. എന്നാ ഹൈദരാബാദി ബിരിയാണി സാമ്പാർ മുളക് പൊടി അങ്ങനെ പറയാൻ പറ്റില്ല. ഹൈദരാബാദി ബിരിയാണി ഓൾറെഡി സ്പൈസി ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് പറയാം. പക്ഷെ പെപ്പർ ചിക്കൻ പിന്നെന്താ 5 സെക്കൻഡ് കഴിഞ്ഞു. 5 സെക്കൻഡ് ഉള്ളൂ. അച്ചാർ സ്പൈസി അല്ലേ? പിന്നെ ചിക്കൻ പിന്നെ ബിരിയാണി. ഇത് കള്ളക്കളിയാ. ഇത് പോയത് സ്പൈസി തന്നെയാട്ടോ. 3 അവള് കറക്റ്റ് ആയിട്ട് പറയട്ടെ. അവള് ബിരിയാണി ചിക്കൻ സ്പൈസി അല്ലേ? അച്ചാർ സ്പൈസി. അങ്ങനെ സാമ്പാർ അങ്ങനെ പറയാൻ പറ്റില്ല. ബിരിയാണി സ്പൈസി ഉള്ളതുകൊണ്ട് ഇല്ലാത്തോണ്ട് ഞാൻ സ്പൈസി ഉള്ള ബിരിയാണി. സ്പൈസി ഉള്ള സാമ്പാറിന് കുറച്ച് മുളക് പൊടി കൂടുതലിട്ട് സ്പൈസി. ഇത് പോയിട്ട് കൂട്ടാൻ കേട്ടോ. ഇത് കമന്റ് പറഞ്ഞോളൂ. ഇത് പറഞ്ഞോ. ഇത് ഇത് കറക്റ്റ് ഞാൻ പറഞ്ഞത് എന്റെ ഒപ്പാണ് എല്ലാരും. അല്ല ശരി നെക്സ്റ്റ് കഴിഞ്ഞ സോറി. 3 ട്രെയിനിന്റെ പേര്. അങ്ങനെയൊക്കെയാണോ? ഒരു എക്സ്പ്രസ് മംഗലാപുരം എക്സ്പ്രസ്, നേത്രാവതി എക്സ്പ്രസ്, കന്യാകുമാരി എക്സ്പ്രസ്. ഇതൊക്കെ ഉള്ളതല്ലേ? അയ്യോ ഞാൻ ഈ ചോദ്യം നമ്മള് സെയിം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം 3 ബ്രാൻഡഡ് ഷർട്ടിന്റെ ഞാൻ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്. അപ്പൊ ഞാൻ വേറെ ചോദ്യം ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പൊ ഇരുന്നിട്ട് ഞാനിപ്പോ എന്താ ചോദിക്കുക? 10 ചോദ്യം കഴിഞ്ഞാ എന്റെ എത്ര പെട്ടെന്ന് 10 കഴിഞ്ഞു. ബാലൻസ് ഒരെണ്ണം ബാലൻസ് ഇന്നുണ്ട് 2 ചോദിക്കു വേഗം. ഞാൻ ഉണ്ടാക്കട്ടെ. ഇതിപ്പോ പെട്ടെന്ന് ചോദിച്ചപ്പോ ഉണ്ടാക്കാൻ പറ്റുന്നത്. എന്റെ ഫേവറേറ്റ് വേണ്ട ചോദിച്ചാൽ കിട്ടുമായിരിക്കില്ല. എന്റെ ഫോൺ നമ്പർ ഒന്ന് റിവേഴ്സ് ചെയ്ത് പറയാം. എന്തേ ഇവിടെ നേരെ പോലെ അറിയാം. എണ്ണ തുടങ്ങാനേ റിവേഴ്സ് ഒക്കെ ബുദ്ധിമുട്ടാ. നേരെ ഒരു 10 സെക്കൻഡ് തരാം. 10 സെക്കൻഡ് തരാം. പറഞ്ഞോ കണ്ടോ? നേരവണ്ണം പറയാ അറിയൂ. ഓക്കെ ഫെയിൽ. അപ്പൊ നമുക്കൊരു മാർക്ക് കിട്ടി. നിങ്ങളുടെ ചോദ്യം കഴിഞ്ഞ 10 ചോദ്യം ആയിട്ടുണ്ടായിരുന്നില്ല. നീയല്ലേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നിന്റെ എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ല കാണിച്ചേ. എനിക്ക് കാണിച്ചല്ലോ. എന്റെ ബോർഡ് റിവേഴ്സ് പറ. 03 076 അങ്ങനെ തന്നെയാ. എന്നാ നിങ്ങൾ 03 066 076 659. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൽ ആരാണ് ജയിച്ചതില്ല നമുക്ക് പോലും അറിയില്ല. പോയിന്റ് നമ്മൾ ഫൈനലായിട്ട് ഇവിടെ ആഡ് ചെയ്തതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എന്ത് നോക്കണേ.
അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും